കുട്ടിക്ക് ബുദ്ധി കുറവാണ്, അവൻ പഠിച്ചാൽ തലയിൽ കയറുന്നില്ല. അപ്പോൾ അവനൊരു ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ യാലത്തീഫ് 129 വട്ടം ചൊല്ലി ഊതുക. ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് അക്കൽ കൊടുക്കണേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടിക്ക് അക്കലുണ്ടാവും. കാരണം ആര് ഇസ്മ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ഇസ്മ മന്ത്രിച്ചാളാ. മന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിമായത്? മുസ്ലിം മന്ത്രിക്കുന്നു. മുത്തനബിനെ മന്ത്രിക്കാൻ വേണ്ടി ജിബ്രീലിനെ പറഞ്ഞില്ലേ അള്ളാഹു തആല? സ്വഹീഹല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്ഷീണം വന്നപ്പോൾ മന്ത്രിക്കാൻ വന്നു. ആരും മന്ത്രിക്കാൻ വന്ന്? സയ്യിദുനാ ജിബ്രീൽ. മക്കൾക്കൊരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ? എന്നിട്ട് റബ്ബിനോട് പറയാം, റബ്ബേ എൻ്റെ ഈ ഇസ്മിൻ്റെ ഹക്കുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ബുദ്ധി കൊടുക്കണം, എൻ്റെ കുട്ടിക്ക് നല്ല വിവരം കൊടുക്കണം. ഹബീബായ നബി സഹാബികളോട് പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ മിസ്ർ പിടിച്ചടക്കും. മിസ്റിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരും. അയാൾ നിങ്ങളോട് പറയും, ഇവിടെ അടുത്തൊരു വീട്ടിൽ ദാനിയാൽ നബിയുടെ ഭൗതിക ശരീരമുണ്ട്, നിങ്ങൾക്ക് കാണണം. അയാളോട് നിങ്ങൾ ഉടനെ പറയണം, ഞങ്ങളുടെ നബി നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ദാനിയാലിനെ മറവ് ചെയ്യണം. അപ്പോഴേത്തിന് ദാനിയാൽ മരിച്ചിട്ട് അലൈഹിസ്സലാം 800 കൊല്ലം കഴിഞ്ഞു. ഒരു പുരക്കാർ പാത്തുവച്ചിരിക്കുക. അമ്പിയാക്കന്മാരുടെ ശരീരത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള തെളിവാണിത്. എന്താ പാത്തുവെക്കാൻ കാരണം? എന്തൊരു പ്രശ്നം ദാനിയാലിനോട് പറഞ്ഞാൽ ഉടനെ ദുആ ചെയ്ത ഉടൻ ഉത്തരം. ദാനിയാൽ മരിച്ചപ്പോൾ അവർക്ക് വിഷമായി. അപ്പോൾ ദാനിയാൽ അലൈഹിസ്സലാത്തിനെ മുറിയിൽ വെച്ചു. എന്നിട്ട് അവർ ആ മുറിൻ്റെ അടുത്ത് ഇതാർക്കും, പഠിച്ചോനെ ഞങ്ങൾക്ക് മഴയില്ല, മഴ വേണം. അപ്പം മഴ പെയ്യും. എന്തും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പട്ടാളം വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നു. ഇവിടെ അടുത്തൊരു വീട്ടിൽ ദാനിയേലിൻ്റെ മയ്യത്തുണ്ട്, കാണണോ? അപ്പോൾ ഉടനെ പറഞ്ഞു ബാക്കിയുള്ള സഹാബികൾ, ഞങ്ങളെ നബി പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് സുഖം. അപ്പോഴത്തെ റസൂൽ വഫാത്തായിട്ട് കൊല്ലത്തിൽ. അങ്ങനെ ദാനിയേൽ നബിയെ മറവിയിരുന്നു. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ഒരാളാണ് ദാനിയേൽ. എന്ത് കുടുങ്ങിയപ്പോഴും ഞാൻ ദാനിയേലിന് ഫാത്തിഹ ഓതിയാൽ അലൈഹിസ്സലാം ഉടനെ ഉത്തരം കിട്ടുന്നുണ്ട്. അലൈഹിസ്സലാം എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര പറയാൻ പറ്റൂല. എനിക്ക് ദാനിയേൽ നബിയോട് എനിക്കുള്ളൊരു ഇഷ്ടം പറഞ്ഞാൽ തീരൂല, അത്ര ഇഷ്ടം. അലൈഹിസ്സലാം ദാനിയേലിൻ്റെ മഖ്ബറയിൽ കരഞ്ഞുകൊണ്ടല്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല. അലക്സാണ്ട്രിയയിലാണ് ദാനിയേലിൻ്റെ മഖ്ബറ. അലൈഹിസ്സലാം എത്രയോ വട്ടം ഞാനവിടെ പോയിട്ടുണ്ട്, എത്രയാണോ കണക്കില്ല. ആ സ്ട്രീറ്റിൻ്റെ പേര് തന്നെ സ്ട്രീറ്റ് ദാനിയാൽ എന്നാണ്. ദാനിയാലിൻ്റെ തെരുവ്. ആ ഏരിയക്ക് തന്നെ പറയാ സ്ട്രീറ്റ് ദാനിയാൽ, സ്ട്രീറ്റ് നബി ദാനിയാൽ, അങ്ങനെയാണ്. ഇല്ല എന്തൊരു കുടുങ്ങിയാലും ഒരു ഫാത്തിഹ ഓതിയാൽ റസൂലുള്ളാഹിനെ ചേർത്ത് റസൂലുള്ളാഹിക്കും കൂട്ടിയിട്ട് ദാനിയേലും കൂട്ടി ഒറ്റ ഫാത്തിഹ, സഡൻ ആക്ഷൻ ആയിരിക്കും. പരിശോധി മനസ്സിലായി ഞങ്ങൾക്ക്? ഒരു നാട്ടുകാർ ദുആ ഇജാബത്തിന് വേണ്ടിയിട്ട് പാത്തുവച്ച മയ്യത്താണ്. ആരുടേത്? ദാനിയാൽ. ദാനിയാൽ എന്നും പറയാം, ദാനിയേൽ എന്നും പറയാം. ദാനിയാൽ, ദാനിയേൽ. നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ ദാനിയേൽ എന്ന് പേരിടും. നമ്മൾ ദാനിയാൽ, ദാനിയാൽ എന്ന പേരുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. നബിയുല്ലാഹി ദാനിയാലിൻ്റെ അനുസ്മരണം അലൈഹിസ്സലാം. അള്ളാഹു ഒരേ ഹക്കുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഒരേ ഹക്കുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയാം. ഞാൻ കരഞ്ഞുകൊണ്ടല്ലാതെ ദാനിയാലിൻ്റെ അലൈഹിസ്സലാം മഖ്ബറിൽ പോയിട്ടില്ല, കരഞ്ഞുകൊണ്ടല്ലാതെ പോന്നിട്ടുമില്ല. ഞാൻ അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളാണ് ദാനിയേൽ അലൈഹിസ്സലാം. അള്ളാഹു ഒരു ദർജയേറ്റ് കൊടുക്കട്ടെ. അവിടെ പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. ആ സ്ട്രീറ്റിൻ്റെ പേര് തന്നെ സ്ട്രീറ്റ് നബി ദാനിയാൽ. അലക്സാണ്ട്രിയയിലാണ്. അലക്സാണ്ട്രിയയിൽ പട്ടാള ക്യാമ്പിൻ്റെ പള്ളക്കാണ് ഒരു പള്ളി. ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദ് നബി ദാനിയാലിനാണ്. എല്ലാവർക്കും അവിടെ പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവർക്കും ഞാൻ തിരക്കിട്ടെൻ്റെ പുസ്തകത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഇക്കൊല്ലം പോയിട്ടില്ല.
ഈ കഴിഞ്ഞ 23-ലും ഒരിക്കൽ പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല. കൊല്ലത്ത് 2-3 വട്ടമൊക്കെ പോയിട്ടുണ്ട്. ദാനിയേലിനെ നോക്കി പറയും, സ്വന്തം ബാപ്പാനെ പോലെ തോന്നും അവിടെ ചെന്നാൽ. എന്ത് പറഞ്ഞാലും അപ്പം ചെയ്തു തരും, എന്താണ് പറഞ്ഞാലും ഉടനെത്തും. അങ്ങനെ പാത്തച്ചാണ് മയ്യത്ത്. ഒരു ജനത എത്ര കൊല്ലം പാത്തച്ച്? 800 years, 800 കൊല്ലം. ഒരു നബി മരിച്ചിട്ട് 800 കൊല്ലം മയ്യത്ത് പത്തിച്ചിരിക്കുക. പിന്നെ മുഅ്മിനീങ്ങൾ മറവീതു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പട്ടാളാണ് മറവീത്. ചില മഹാന്മാരുടെ താരീഖിലുണ്ട്, അവരങ്ങനെ കൊതിച്ചു, എന്നെ ഉമ്മത്ത് മുഹമ്മദ് മറവിയാണെന്ന് കൊതിച്ചു. അപ്പൊ ഇത് രണ്ടുകൊണ്ട് ഒത്തു. മനസ്സിലായില്ല നിങ്ങൾക്ക്? മറക്കരുത്, ആ പേര് മറക്കരുത്. എന്താ പേര്? ദാനിയാൽ, നബിയുല്ലാഹി ദാനിയാൽ. ഒരു കുടുങ്ങിയ നേരത്തെ ഒരു ഫാത്തി കളി എന്നോതി എപ്പോഴും നല്ലത്, എന്നോതിയാണ്. നമ്മൾ ഇവിടുന്ന് അള്ളാഹ് പ്രഭാഷണത്തിൽ ദാനിയാൽ നബിൻ്റെ ഫാത്തി ഉണ്ട് എന്നും. ഖുദർ നബിയുടെ പേര് പറഞ്ഞാൽ ബിലാ നബി ഇല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കൊട്ടകളാണ്. എല്ലാ നബിയും ഭയങ്കര സ്നേഹം. സ്നേഹമില്ലാത്തൊരു നബി ഉണ്ടാവില്ല. അപ്പം അള്ളാഹിൻ്റെ സ്നേഹത്തിലായിരിക്കും. നബിമാരുടെ സ്നേഹം തന്നെ എങ്ങനെയാണെങ്കിൽ അള്ളാഹുടെ സ്നേഹത്തിലായിരിക്കും. എല്ലാ നബിമാരും സ്നേഹം. അതേപോലെ ദ്വാരക്കണം ഇബ്രാഹിം നബിയുടെ മഖബറയിലെത്താൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എനിക്ക് യൂസുഫ് നബിയുടെ ഖബർ കാണാൻ വലിയ കൊതി ഉണ്ടായിരുന്നു, പക്ഷെ കാണൂല. എന്തുകൊണ്ട്? അതൊരു പള്ളിൻ്റെ ഉള്ളിലാണ്. ആ പള്ളി ജൂതന്മാർ സെനഗോഗ് ആക്കിയിട്ടുണ്ട്. ജൂത സെനഗോഗിൻ്റെ ഉള്ളിലാണ് ഈ മഖബറ. ആരുടെ? യൂസുഫ് നബിയുടെ. ആദ്യം നെയിൽ നദിയിലായിരുന്നു, പിന്നെ മാന്തി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബിയുടെ പള്ളിയിലാക്കി. ഇബ്രാഹിം നബിയുടെ പള്ളി ഇപ്പോൾ പകുതിയും പകുതിയാണ്. പകുതി മുസ്ലിമീങ്ങൾക്കും പകുതി ജൂതന്മാർക്കുമാണ്. ഒരിക്കൽ ജൂതന്മാർ വെടിവെച്ചു. ഒരുപാട് മുസ്ലിമീങ്ങൾ തറാവീഹ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷഹീദായി. പള്ളി പൂട്ടി. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ചർച്ച വന്നു. ആ ചർച്ചയിൽ പള്ളിയും പകുതിയും പകുതിയാക്കാൻ തീരുമാനിച്ചു. പകുതി മസ്ജിദും പകുതി സുനഗോഗും. ആ സുനഗോഗിൻ്റെ ഉള്ളിലാണ് യാക്കൂബ് നബിയുടെ മഖബറ, യൂസുഫ് നബിയുടെ മഖബറ. ഒരഭിപ്രായം സുലൈമാൻ നബിയുടെ മഖബറയും. അങ്ങനെ യൂസുഫ് നബിയുടെ മഖബറിൽ തർക്കമില്ല. സുലൈമാൻ നബി അറിയപ്പെടാത്ത സ്ഥലത്താണെന്നാണ് ഒരഭിപ്രായം. അഭിപ്രായം ഇവിടെയാണെന്നാണ്. അങ്ങനെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് യൂസുഫ് നബിൻ്റെ മഖബറ ഒന്ന് കാണണമല്ലോ പഠിച്ചോനെ. അതിനടുത്തൂടെ നമ്മൾ പോവും, പക്ഷേ അത് തുറന്നു കിട്ടൂല. അത് സുനഗോഗാണ് ഇപ്പോൾ പള്ളിൻ്റെ പകുതി. ഈ 2023 ഞാൻ അതിൽ പോവുക. അവിടെ മുറിച്ച് കടന്ന് പോവുകയാണ്. ഇബ്രാഹിം നബിയുടെ അടുത്ത് പോവുക. പിന്നെ സ്റ്റെപ്പ് കയറി പോകണം ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക്. അവിടെ അങ്ങനെ എത്തിയപ്പോൾ അവിടേക്കുള്ളൊരു വാതിലുണ്ട്. ആ വാതിൽ എപ്പോഴാണ് അടഞ്ഞാൽ കിടക്കുക. അപ്പോൾ ഒന്ന് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. നേരെ കണ്ണിൻ്റെ മുന്നിൽ യൂസുഫ് നബിയുടെ മഖബറ. അപ്പോൾ ജൂതന്മാർ അത് ക്ലീനിങ്ങാണ്. രാവിലെ ഇതിനേക്കാൾ ഇതിനേക്കാൾ നേരത്തെ ഖലീലാണത്. ഹിബ്രോൺ, ജൂതന്മാരെ അതിന് ഹിബ്രോൺ എന്നറിയും, നമ്മൾ ഖലീൽ അറിയും. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ അവരോട് അപ്പോൾ ഒരു സമ്മതിച്ചു. അങ്ങനെ ആ ഉള്ളിൽ ചെന്ന് അവിടെ നിന്ന് യാസീനോരി ഫാത്തിയോരി ദ്വാ ചെയ്തു. അപ്പോൾ ഇതിന് കുറച്ച് ആളുകളും വന്നു. കിട്ടി. പിന്നെ മേലൊരു പുറത്തു പോകാൻ പറഞ്ഞു. എന്നാലും കിട്ടി. അപൂർവമായ ഒരവസരം. അപൂർവം, തുറന്നു കൊടുക്കൂല. അപൂർവമായ അവസരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 25 വട്ടത്തിലേറെ കണ്ടിട്ടുണ്ട്. മഖബറ ഒരു വട്ടം പോലും യൂസുഫ് നബി കണ്ടിട്ടില്ല അലൈഹിസ്സലാം. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായി. അല്ലാഹു തആല അവരെയൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ. കൊടുവള്ളിയിൽ സൂറത്ത് യൂസുഫ് ഏകദേശം ഒരു 4 കൊല്ലം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബർക്കത്തായിരിക്കും. 4 കൊല്ലത്തോളം കൊടുവള്ളിയിൽ
വ്യാഖ്യാനിച്ചിട്ടുണ്ട് സൂറത്ത് യൂസുഫ് അല്ലേ സലീമേ? 4 കൊല്ലം ബാബാട് കുഞ്ഞിക്കോയ മുസ്ലിം ദ്വാർക്കും ചെയ്യും, ഞാൻ വിശദീകരിക്കുകയും ചെയ്യും. 4 കൊല്ലം 4 കൊല്ലാണ് ആ ക്ലാസ് സൂറത്ത് യൂസുഫ് വ്യാഖ്യാനം. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു വർക്കത്തായിരിക്കാം എന്തോ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത സ്വാലിഹ്യങ്ങളെ വർക്കത്താവാം. നമ്മളിപ്പോഴത്തെ ചണ്ടികളതല്ല, അതിൽ പങ്കെടുത്ത മുമിനീങ്ങളെ വർക്കത്താകാം. അല്ലാഹു നമ്മളെയും മുമിനീങ്ങളിലും സ്വാലിഹ്യങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും ആഗ്രഹിച്ചോളൂ മഞ്ചത ആഗ്രഹിച്ചാൽ കിട്ടും. ഏറ്റവും വലിയ അവരൊക്കെ സ്നേഹിക്കുക. ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അവരെന്നാണ് അത്രയും സ്നേഹമുള്ള ആളുകൾ. ഈ ലോകത്ത് അമ്പിയാക്കളുടെ സ്നേഹത്തിൻ്റെ ഒരു രോമത്തിൻ്റെ കതിറി വേറെ ആർക്കും സ്നേഹം ഉണ്ടാവില്ല. കാരണം അവരെ സ്നേഹം പഠിപ്പിച്ചത് അല്ലാഹുവാണ് നേരിട്ട്. അവർക്ക് കൽബിലേക്ക് സ്നേഹത്തിൻ്റെ പൂമാലകൾ ഇട്ടുകൊടുത്തത് റബ്ബാണ്. നബിമാരെ സ്നേഹം ഈ ലോകത്ത് അവർക്കുണ്ടാവില്ല. കാരണം അവർ സെലക്റ്റഡ് മെമ്പേഴ്സാണ്. അവരുടെ കൽബിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെ. എത്ര ദേഷ്യമുള്ള നബിയാണെങ്കിലും ഭയങ്കര സ്നേഹിക്കും. പുറമേ ദേഷ്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും പറയാം ചൂടനാണ്. ഒരു ഒറ്റയടിക്കല്ലേ വൃത്തിയെ കൊന്ന്, ഒറ്റയടിക്ക്. അതേസമയത്ത് സ്നേഹം നോക്കി നിങ്ങൾ. 2 പെൺകുട്ടികൾ ഒഴിഞ്ഞിക്കണപ്പോൾ അവിടേക്ക് പോയി. അത് സ്നേഹമാണ്. ഏതൊരു നാട്ടുകാരന് അങ്ങനെ ഒരു പെൺകുട്ടികളെടുത്ത് എന്നാൽ പിന്നെ പല പ്രശ്നം ഉണ്ടാവില്ലേ? ഒന്നും ആ മനുഷ്യനോട് പേടിയില്ല. കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്. വൈകുന്നേരമായല്ലോ. അപ്പോൾ പറഞ്ഞു, ആണുങ്ങൾ വെള്ളം കൊടുത്തിട്ടേ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. ബാപ്പ പറഞ്ഞിട്ടുണ്ട്. ബാപ്പാക്ക് വയ്യ, ബാപ്പ വീട്ടിൽ കിടക്കുകയാണ്. അപ്പം ഒറ്റപ്പെടുത്തം. ഒരു തഫ്സീറിലുണ്ട് 18 ആൾ പിടിച്ചാൽ പൊങ്ങാത്ത കല്ലാണ്. അതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, തഫ്സീറെ കണ്ടിട്ടുണ്ട്. 18 ആൾക്ക് പിടിക്കാൻ, 18 ആള് വരെ പിടിച്ചിട്ട് പൊങ്ങാത്ത കല്ലാണത്. ആ കല്ലാണ് എടുത്തിനടിച്ച് ഒരൊറ്റപ്പെടുത്തും. ഇത് കണ്ടു നിൽക്കുക സഫൂറ ബീവി. പിന്നെ സഫൂറ ബീവി പിന്നെ പറയുന്നുണ്ടല്ലോ, ഇന്ന മനിസ്തൽ ഖവിയുൽ അമീൻ, ഭയങ്കര ശക്തനാണ് ഈ മനുഷ്യൻ. ഒറ്റപ്പെടുത്തും, എടുത്തുവെച്ച് വെള്ളം കൊടുത്തുള്ളത്. അപ്പൊ പാറൻ്റെ ഒട്ടിൽ വെള്ളമുണ്ട്. എന്താ അതിന് കാരണം? സ്നേഹം. ആരാത് ചെയ്തത്? നബിയുല്ലാഹി. പറയേ മൂസ. ചൂടാന്നൊക്കെ പറയുന്ന മൂസാ നബി. ചൂട് വേണമല്ലോ, കാരണം ലോകം കണ്ട അക്രമിൻ്റെ അടുത്തേക്കല്ലേ പോണത്. ആരുടെ അടുത്തേക്കാ അല്ലാഹു തആല പറഞ്ഞേച്ച്? ഫിറഔന്റെ അടുത്തേക്കല്ലേ? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. സ്നേഹമാണ് അവർക്കൊക്കെ. സ്നേഹമില്ലാത്ത ഒരു നബി ഉണ്ടാവില്ല, വലിയും ഉണ്ടാവില്ല. പുറത്ത് ദേശമുണ്ടാവും, ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. ഒരു കുടുങ്ങിയാണ് സാധിക്കും. എല്ലാം വ്യക്തം. അതിലൊരു പ്രത്യേക ആളാണ് നബിയുല്ലാഹി ദാനിയാൽ. ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ, ഓരോരുത്തർ അനുഭവമാണ്. ഞാൻ കുടുങ്ങിയെടുത്ത് ദാനിയാൽ നബിക്ക് ഒരു ഫത്വ വിട്ട കുടുങ്ങിയത് 42. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ. കുറച്ചു കാലം എന്നല്ല, ഒരു 10-20 കൊല്ലമായിട്ട്. ഒരു 10-20 കൊല്ലം തന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ പറയാം. കുടുങ്ങിയ ദാനിയേൽ നബിക്ക് ഫത്വ. അല്ലാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. മറക്കരുത് കേട്ടോ, എല്ലാ ദിവസവും ദാനിയേൽ നബിക്ക് ഫത്വ. എല്ലാവർക്കും ഉള്ള ഉത്തരം തരട്ടെ. അവരൊക്കെ സ്നേഹിക്കുക. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനുഷ്യന്മാരാണ്. അതൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരാളാണ് നബിയുല്ലാഹി ഇബ്രാഹിം. ഭയങ്കര സ്നേഹം. ഒരു കാര്യം പറഞ്ഞാലും ഉണ്ടാവില്ല. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്ബറിൽ പോയിട്ടൊരു കാര്യം അള്ളാഹിനോട് തേടിയിട്ട് പിന്നെ നിങ്ങൾ ചെല്ലുമ്പോഴത്തേന് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും. പിന്നെ പുതിയത് പറയേണ്ടി വരും. അപ്രശ്നം ഉണ്ടാവും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഒക്കെ പറഞ്ഞാൽ 2ാം വട്ടം പിന്നെ പോകേണ്ടി വരികയാണെങ്കിൽ വേറെ പറയേണ്ടി വരും. അപ്രശ്നം തീർന്നിട്ടുണ്ടാവും. ഒക്കെ അങ്ങനെയാണ്. എന്തുകൊണ്ട് അവർക്ക് അത്രയും വലിയ സ്നേഹമുള്ളവരാണ്. അള്ളാഹു ഒരു ദർജയേറ്റ് കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറയുക, അള്ളാഹു അവരെ ദർജയേറ്റ് കൊടുക്കട്ടെ. അവരെ അക്കൗണ്ട് ഒരാളെ പിടിക്കണം, ഒരാളെപ്പോഴും പിടിക്കണം, ഒരാളെപ്പോഴും പിടിക്കണം. അവർ നമ്മളെ എന്തോ നമ്മളെ റൂഹും അവർ തമ്മിൽ ബന്ധമുണ്ടാവും. ഇല്ലെങ്കിൽ അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹു തആലക്ക് ഒരുപാട് ഇസ്മുണ്ട്. ഒരു ഇസ്മേറ്റ് നിനക്കൊരു ബന്ധമാണ്.
വായെടുത്ത ആ ഇസ്മ വരിക. അതെന്തോ ഒരു ബന്ധാണ്. അല്ലെങ്കിൽ ആ ഇസ്മൻ്റെ വായിൽ വരുന്നത്. ആഖിർ സമാനിൽ ഇസ്മ ഏതാണെന്നറിയോ? അള്ളാഹുവിന്റെ ഇസ്മകളിൽ ആഖിർ സമാനിലെ ഏറ്റവും പ്രധാനമായ ഇസ്മ ഏതാ? ഉറക്കെ പറയാം. ലത്തീഫ്. ലത്തീഫ് ലത്തീഫിന്റെ ഇസ്മ. പൊരിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പൊരിയിൽ കയറുമ്പോഴൊക്കെ 129 വട്ടം ചൊല്ലുക. എത്ര? 120. പണിക്ക് പോകുമ്പോൾ ഒരു ഇടങ്ങേറുള്ള പണിക്ക് കയറുമ്പോൾ ഞാൻ ലത്തീഫ് 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 ഒരു മിനിറ്റ് 1.5 മിനിറ്റ്. ഒരു മരത്തേക്ക് കയറുമ്പോൾ ഒരു കഠിനമായ പണിയെടുക്കുമ്പോൾ ഇലക്ട്രീഷ്യനാണ്. പണിയെടുക്കുമ്പോഴൊക്കെ അള്ളാഹു തആല അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലത്തീഫ് 129 വട്ടം. ഇതിൻ്റെ അദദ് എത്രയാണ്? ഏറ്റവും ചെറിയ അദദ് 129. പിന്നെ അദദുണ്ട്, കട്ടി 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 അദദുണ്ട്. ചെറിയ അദദാണ് എത്ര? 129 വട്ടം. ലത്തീഫ് ലത്തീഫ് ലത്തീഫ്. ചെല്ലാൻ കഴിയൂലേ? എന്ത് പണിയെടുക്കുകയാണെങ്കിലും 1 മിനിറ്റ് മതിയേനേ. 1 മിനിറ്റ് 1.5 മിനിറ്റ് വേണ്ട. 1.5 മിനിറ്റ്. ലത്തീഫ് 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 ലത്തീഫ്. ഞാൻ തന്നെ 20 തൊട്ട് ചെല്ലി ലത്തീഫ്. എത്ര അദദ് അറിയാം? അദദ് എത്ര? 129 വട്ടം ലത്തീഫ്. ഏത് പണിയെടുക്കുകയാണെങ്കിലും ലത്തീഫ്. കുട്ടിക്ക് ബുദ്ധി കുറവാണ്, പഠിച്ചാൽ തലയിൽ കയറുന്നില്ല. അപ്പോൾ ഓനൊരു ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലത്തീഫ് 129 വട്ടം ചൊല്ലി ഊടുക. ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് ആക്കൽ കൊടുക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടിക്ക് ആക്കലുണ്ടാവും. കാരണം ജാര ഇസ്മ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ഇസ്മ മന്ത്രിച്ചാളാ. മന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിമായത്? മുസ്ലിം മന്ത്രിക്കുമല്ലോ. മുത്തുനബിനെ മന്ത്രിക്കാൻ വേണ്ടി ജിബ്രീലിനെ പറഞ്ഞയച്ചില്ലേ അള്ളാഹു തആല? സ്വഹീഹല്ലേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്ഷീണം വന്നപ്പോൾ മന്ത്രിക്കാൻ വന്നു. ആര് മന്ത്രിക്കാൻ വന്ന്? സയ്യിദുനാ ജിബ്രീൽ. മക്കൾക്കൊരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? എന്നിട്ട് റബ്ബിനോട് പറയാം, റബ്ബേ എൻ്റെ ഈ ഇസ്മിൻ്റെ ഹക്കുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ബുദ്ധി കൊടുക്കണം, എൻ്റെ കുട്ടിക്ക് നല്ല വിവരം കൊടുക്കണം. മകളെ പുതിയണ്ണ് പറഞ്ഞേക്കാണ്, അവളെ പുതിയണ്ണാണ്, പോവുകയാണ്. മൗലിയ ദ്വായിരുന്നു, ഇനി ഇറങ്ങാണ്. യാ ലത്തീഫ് പറയാ, മോളെ 129 ചെല്ലിക്കളി. യാ ലത്തീഫ്. ലത്തീഫായ റബ്ബേ, ഞാൻ എനിക്ക് പരിചയമില്ലാത്തൊരു പേരേക്ക് പോവുകയാണ്, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു. ബാക്കിൽ ഉമ്മ ബാപ്പ. യാ ലത്തീഫ് 129 വട്ടം. പ്രശ്നെ എന്നെ ഏൽപ്പിച്ചു. ലത്തീഫായ റബ്ബേ, ഏറ്റവും മാർദ്ദവം ചെയ്യുന്നവൻ, അതാണ് ഇതിൻ്റെ അർത്ഥം. ലത്തീഫ് ഏറ്റവും മാർദ്ദവം, ഏറ്റവും മാർദ്ദവം. അങ്ങനെ ആക്കൊരു നമ്മളോടൊരു മാർദ്ദവം ചെയ്യാൻ കഴിയില്ല. മിനുസമായി ഇടപെടുക. മനസ്സിലായില്ലേ? അത്രയും മാർദ്ദവത്തിൽ ഇടപെടുക, വളരെ നൈസായിട്ട് ഇടപെടുക. ആര്? അല്ലാഹുവിന്റെ ഇസ്മാണത്. യാ ലത്തീഫ്. നീ കോപം കൊണ്ട് ഇടപെടരുത്, ലുത്ഫ് കൊണ്ട് ഇടപെടണം. അതതിൻ്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ പറ്റും. ഹജ്ജിന് പാസ്പോർട്ട് കൊടുക്കുകയാണ്. യാ ലത്തീഫ് 129 വട്ടം. റബ്ബേ പാസ്പോർട്ട് കൊടുക്കുകയാണ്, ഹൈറാകണം. യാ ലത്തീഫിന് 129 വട്ടം ഒരു പ്രത്യേക അവസ്ഥയാണ്. വണ്ടി കയറി തരുന്നാൽ, മോട്ടോർ സൈക്കിൾ കയറിയാൽ യാ ലത്തീഫ് 129 വട്ടം. ഇജ്ജ് പഠിക്കണ്ട, ഇജ്ജ് മയസറിൽ ബുദ്ധിമുട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇജ്ജ് കുടുങ്ങിയ എൻ്റെ പേര് പറഞ്ഞു. എനിക്ക് പറഞ്ഞത് ലോകം കണ്ട പണ്ഡിതന്മാരാണ്, ഞാൻ ഓരോ പേര് പറയും. പിന്നെ പേടിക്കണ്ട, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് പറയേ. പണ്ഡിതന്മാർ പറഞ്ഞാൽ ലോകം കണ്ട മഹാപണ്ഡിതന്മാർ എന്നോട് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയണത്. എനിക്ക് വിവരമില്ല, ഞാൻ ജാഹിലാണ്. പക്ഷേ ലോകം കണ്ട മഹാപണ്ഡിതന്മാർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് അയ്യല്ലിക്കോന്ന്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയണത്. നിങ്ങൾ മനസ്സിൽ യാ ലത്തീഫ് ഏത് അടിയത്താണ് ആയത്തോ നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ. റഹ്മത്തുള്ള പറഞ്ഞിട്ടാണ്, ഞാൻ എൻ്റെ അപ്പുറത്ത് ആളുണ്ട്, ഓരോ പേര് പറയും, നിങ്ങൾ പേടിക്കണ്ട. ബാക്കി അള്ളാഹിനോട് പറയും. എന്ത്? നിങ്ങൾക്ക് ഏത് വിവരവും, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ പറയേ, നമുക്ക് വിവരമുണ്ടോ? അതാദ്യം പറയാം, നമുക്ക് വിവരമുണ്ടോ?
അതൊക്കെ പറയും. നമുക്ക് വിവരമുണ്ടോ? ഇല്ല, നമുക്ക് വിവരമില്ലല്ലോ. വിവരമുള്ളവര് പറഞ്ഞ സ്വീകരിച്ചോളി. എവിടെ കുടുങ്ങിയാലും എന്ത് മതി? യാ ലത്തീഫ് 129 വട്ടം. പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ്? ഇന്നലെ ഒരാൾ മുസ്ലിം ആയാലും ഇന്ന് ഫാത്തിഹ സൂറത്ത് ബുദ്ധിമുട്ടുണ്ടോ? യാ ലത്തീഫിന് ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ലത്തീഫ് നാളെ ചങ്ങായി തന്നെ വരുന്നുണ്ടാവും. ഒരു യാം കൂടി കൂട്ടിയാൽ മതി. ഇതൊന്നും കയ്യിന്ന് വിടരുത്. ഇതാരുടെ പേരാ? യാ ലത്തീഫ് മാന്റെ പേരാണ്. ആഖിർ സമാനിൽ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഇസ്മാണ് യാ ലത്തീഫ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്നല്ല, യാ ലത്തീഫ്. അങ്ങനെയല്ല, എനിക്ക് സമ്മതമില്ല. എല്ലാം ഒരുപോലെയല്ല. പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടിയാൽ കുടുങ്ങും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാം കൂടി നമ്മൾ കൂട്ടണ്ട. ഐസ് എന്ന് പറഞ്ഞാൽ തണുത്ത സാധനം, പൊരിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കാണ്. ഇപ്പം നമ്മളെ ചില എന്താ പറയുക ഫാസ്റ്റ് ഫുഡിൻ്റെ കടകളിലുണ്ട്, ഐസ് പൊരിച്ചു കൊടുക്കും. ഐസ് പൊരിച്ചേ തിന്നാൽ ചിലപ്പോൾ കിഡ്നി പോകും. ഐസായി തിന്നാ, മനസ്സിലായില്ലേ? ഐസ് പൊരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ഫുഡിന്റെ വലിയ കടയിന്റെ ബോർഡ് ഐസ് പൊരിച്ച്. എല്ലാം കഴിക്കണ്ട, ഒന്ന് ചൂടാവും, ഒന്ന് തണുപ്പാവും. യാ അല്ലാഹ്ക്ക് നിനക്ക് അറിയാനുണ്ടോ? ചെല്ലിയാൽ മതി. യാ അല്ലാഹ്ന്ന് കൂടി ചെല്ലിയാൽ പിന്നെ അതിന് മേലെ നിനക്ക് എന്താണ്? യാ അല്ലാഹ്ന്ന് എല്ലാം പാടില്ലായി അല്ല. അത് യാ ലത്തീഫിനോട് കൂട്ടി ചെല്ലുമ്പോൾ യാ ലത്തീഫ് വളരെ തണുപ്പുള്ള ഇസ്മാണ്. യാ അല്ലാഹ് വലിയ ചൂടുള്ള ഇസ്മാണ്. കൂട്ടണമെങ്കിൽ സമ്മതം വേണം. സമ്മതം കിട്ടിയേ പറ്റും. ഒരു കൈന് റൂട്ടും ഉണ്ടാവും. കണ്ട ഇരുമ്പ് മുഴുവനും ആമത്താവിലിടാൻ പറ്റൂല. അതിൻ്റെ കൃത്യമായ പല്ല് വേണം. ഇല്ലെങ്കിൽ ഈ താക്കോലും പൊട്ടും ആമത്താവും പൊട്ടും. ഇതിനു വേണ്ടി യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കോന്ന് ഒരാൾ പറയണമെങ്കിൽ അങ്ങനെ കണ്ടൊക്കെ ചെല്ലാൻ പറ്റൂല. ചിലത് ഭയങ്കര ചൂടായിരിക്കും, ചില ഇസ്മുകളുണ്ട് വലിയ ചൂടായിരിക്കും, വലിയ തണുപ്പായിരിക്കും. അതൊക്കെ ഉണ്ടാവും. നമ്മക്ക് കണ്ടില്ല. യാ അല്ലാഹ് ചെല്ലാൻ പറ്റൂല, പറ്റും, എല്ലാവർക്കും ചെല്ലാം. പക്ഷെ യാ ലത്തീഫ് യാ അല്ലാഹ് ചെല്ലെങ്കിൽ സമ്മതം വേണം. എനിക്കതിന് സമ്മതമില്ല. ഇതിനൊന്നും അർത്ഥം ചെല്ലാൻ പറ്റൂല എന്നല്ല, നമ്മളൊന്ന് ദായിമാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ദായിമാക്കണമെങ്കിൽ അതിന് സമ്മതം വേണം. ഇതൊക്കെ മശായിഖന്മാരുടെ രീതി. ഇതെല്ലാം എന്തുകൊണ്ട് മശായിഖന്മാർ രീതി കണ്ടതല്ലേ, എല്ലാവർക്കും ഉള്ളതല്ല. ഇപ്പൊ ആശുപത്രിയിൽ മെഡിക്കൽ ഷോപ്പിലുള്ള ഗുളികകളെല്ലാം മനുഷ്യന്മാർക്ക് തിന്നാളല്ലേ. എനിക്കൊരു ക്ഷീണം, എന്നാ ഗുളികൾ ഓരോ തിരക്ക് നിർത്തണം, മുണങ്ങിക്കൂട്. എന്നിട്ട് വേഗം എന്ത് ചെയ്യ്? പള്ളിക്കൊക്കെ വിളിച്ചു പറയാം, എന്ത് വേറെ കവർ വിളിച്ചോ. ഡോക്ടർക്ക് സമ്മതം കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആ ചുരുക്കുള്ള ഗുളിക ഉണ്ടല്ലോ, അത് 4 എടുത്താ. അപ്പൊ എന്താ, മെഡിക്കൽ സ്റ്റോറിൽ എന്നെപ്പോലത്തെ ഒരു അന്തുവാണ്, അന്തല്ലാത്ത എന്നെപ്പോലത്തെ ഒരു അന്തുവാണ് മെഡിക്കൽ സ്റ്റോറിലുള്ളതെങ്കിൽ വേഗം എടുത്തോളൂ. അല്ല, അവൻ അത്രയൊന്നും കിലുങ്ങിയിട്ടില്ലെങ്കിൽ ഷീട്ടോടെ നീക്കും. എന്ത് ഇത് ഉക്കാൻ വെച്ചല്ലേ? ഉക്കാൻ വെച്ചാണ്. പക്ഷേ അത് കുടിക്കാൻ സമ്മതം വേണം. ആരുടെ? ഡോക്ടറുടെ. ആത്മാവിൻ്റെ ഡോക്ടറാണ് മശായിഖന്മാര്. ജാഹിലായ മനുഷ്യ, അന്നല്ലേ ഞാൻ ജാഹിലാറിന്. ഇതൊന്നും അംഗീകരിച്ച വിട്ടികളാണ്. ബോഡിയുടെ ഡോക്ടർ ഉണ്ടെങ്കിൽ ആത്മാവിനും ഡോക്ടർ ഉണ്ടല്ലോ. ചില കാര്യം പറഞ്ഞാൽ പറയും അയച്ചപ്പ് ചെല്ലണ്ട, കണ്ടൊക്കെ ചെല്ലുള്ളതല്ല. കണ്ടെല്ലാം ചെല്ലുള്ളതല്ല. ഞാനൊരിക്കൽ ഒരു തസ്ബീമാല കയറ്റിയിട്ട് ഒരു മാൻ്റെ അടുത്ത് പോയി. അപ്പം ദേഷ്യം വന്നു. സമ്മതം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതിനെ കയറ്റിട്ട് അതൊരു വലിപ്പത്തരാണ്. സമ്മതമില്ലെങ്കിൽ ഉള്ള ഒക്കെ നാശമാവും. കഴിച്ചു നിൽക്ക്.
സമ്മതം കിട്ടാൻ മതി. കണ്ടല്ല, മനസ്സിലായില്ല. തസ്ബീഹ് മാല കഴുത്തിടുന്നതിനേക്കാൾ നല്ലതൊരു വാള് കഴുത്തിടലാണ്. നിങ്ങൾ ഓരോ നേരത്തെ ഇങ്ങനെ കഴുത്ത് മുറിച്ചോട്ടെ. തസ്ബീഹ് മാല കഴുത്തിടാൻ പറ്റില്ല, പറ്റും. അന്തമുള്ളവർക്ക് സമ്മതം വേണം, അന്തല്ലാത്തവർക്ക് എന്തു. കാരണം തസ്ബീഹ് മാല കഴുത്തിലിട്ടാൽ ഇരിയാവുണ്ടാവും. മനസ്സിലായില്ല? മൂപ്പര് വലിയ ദാക്കിറാണ്, മൂപ്പര് വലിയ ദിക്റും ചൊല്ലി നടക്കുന്ന ആളാണ്. ചിലർക്കതുമല്ല ഹസദ് വരും, ചിലർക്കതുമല്ല ബുഗ്ള് വരും, ശൈത്താൻ നോട്ടടും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പലതുണ്ട്, അതല്ലാത്തുണ്ട്. ഇപ്പം എല്ലാം എല്ലാം ആലോചിക്കണം. സമ്മതം കിട്ടിയാൽ പറ്റും, അതതിൻ്റെ ആളുകൾക്ക് അമ്മ ഉണ്ടാവും. എന്നാ പറ്റും, ഒരു പ്രശ്നമില്ല. ഓരോന്നും ശ്രദ്ധിക്കണം. ഒരു വലിയ കാര്യം കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഇല്ലെങ്കിൽ ചിലത് കുളത്തിലേറെ ദോഷം ഉണ്ടാവും. നിസ്കരിക്കാൻ, നോമ്പോലത്താൻ, ദിക്റെല്ലാം ഒന്നും പ്രശ്നമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ലത്തീഫണില്ല, ഞാൻ സമ്മതമുള്ള ഒരാളെ തിരിച്ച് വാങ്ങിക്കോ, എൻ്റെ അടുത്ത് ഞാൻ മതി. യാ ലത്തീഫ് 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 യാ ലത്തീഫ്. ഏറ്റവും കുറഞ്ഞ അജദത്തിലെ 129, 130 ഒന്നും ഓർക്കാം. അജദ് ഒന്നിനൊരു അജദ് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അജദ് നല്ലോണം നോക്കുക. എന്നാ വസ്വാസ് വന്നാലോ അക്കല്ലുമ പിടിക്കുക. എങ്ങനെ? നമ്മളിങ്ങനെ ചെല്ലിയപ്പോൾ 40 ആണോ 39 ആണോ? അപ്പം എന്തുമ്പോൾ പിടിക്കുക? 39 പിടിക്കുക, ഒരു കുഴപ്പമില്ല. 39 കണക്കൂട്ടിയിട്ടുള്ളൂ, ഒന്നും ഈ കണക്കൂട്ടിയില്ല. അപ്പം നിനക്കൊരു പ്രശ്നമില്ല. പിന്നെ ഒന്ന് ഏറിയോ അങ്ങനെ ആലോചിച്ച് നടക്കണ്ട, അക്കല്ലുമ പിടിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഓക്കെ. അലാ ഇലാ ഹദ്റത്തി കുല്ലി വാഹിദി മിൻഹും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. إلى حضرة النبي المصطفى محمد وإلى حضرة سيدنا فضاء عليه السلام وإلى حضرة سيدنا سالم عليه السلام وإلى حضرة سيدنا عينال عليه السلام وإلى حضرة سيدنا سائم عليه السلام وإلى حضرة سيدنا عيلون عليه السلام وإلى حضرة سيدنا أبي نورس عليه السلام وإلى حضرة سيدنا كزول عليه السلام وإلى حضرة سيدنا باسل عليه السلام وإلى حضرة سيدنا علاويم عليه السلام وإلى حضرة سيدنا رشاد عليه السلام وإلى حضرة سيدنا شريف عليه السلام وإلى حضرة سيدنا هيبل عليه السلام وإلى حضرة سيدنا ميلان عليه السلام وإلى حضرة سيدنا عمران عليه السلام وإلى حضرة سيدنا حربيب عليه السلام وإلى حضرة سيدنا جنيب عليه السلام وإلى حضرة سيدنا شماع عليه السلام وإلى حضرة سيدنا صريخ عليه السلام وإلى حضرة سيدنا صفان عليه السلام وإلى حضرة سيدنا قبيل عليه السلام وإلى حضرة سيدنا الله عليه السلام وإلى حضرة سيدنا عيسون عليه السلام وإلى حضرة سيدنا عيصف عليه السلام وإلى حضرة سيدنا صديف عليه السلام على كل واحد منهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ولا الضالين. وإلى حضرة سيدنا برواء عليه السلام وإلى حضرة سيدنا حميم عليه السلام وإلى حضرة سيدنا حيان عليه السلام وإلى حضرة سيدنا عاصم عليه السلام وإلى حضرة سيدنا وخان عليه السلام وإلى حضرة سيدنا مصباح عليه السلام وإلى حضرة سيدنا عريس عليه السلام وإلى حضرة سيدنا شرحبيل عليه السلام وإلى حضرة سيدنا خربيل عليه السلام وإلى حضرة سيدنا حزقيل عليه السلام وإلى حضرة سيدنا أشموئيل عليه السلام وإلى حضرة سيدنا إمصان عليه السلام وإلى حضرة سيدنا كبير عليه السلام وإلى حضرة سيدنا سباط عليه السلام وإلى حضرة سيدنا عباد عليه السلام
وإلى حضرة سيدنا بطلق عليه السلام وإلى حضرة سيدنا ريحان عليه السلام وإلى حضرة سيدنا حمدان عليه السلام وإلى حضرة سيدنا مرقان عليه السلام وإلى حضرة سيدنا حنان عليه السلام وإلى حضرة سيدنا لوحنا عليه السلام وإلى حضرة سيدنا ولام عليه السلام وإلى حضرة سيدنا بعبول عليه السلام وإلى حضرة سيدنا بصاص عليه السلام وإلى حضرة سيدنا حبال عليه السلام وإلى حضرة سيدنا إفليق عليه السلام وإلى حضرة سيدنا فاريم عليه السلام وإلى حضرة سيدنا النصير عليه السلام وإلى حضرة سيدنا أوليس عليه السلام وإلى حضرة سيدنا ملعن عليه السلام وإلى حضرة سيدنا جديمة عليه السلام وإلى حضرة سيدنا شروحيل عليه السلام على كل واحد منهم أجمعين. الفاتحة. الحمد لله الرحمن എല്ലാ മഹാന്മാർക്കും ഒരു ഫാത്തിഹ ഓതാം. മുർസലീങ്ങൾ 313 മുർസലീങ്ങളുടെ പേരാണ് ഈ ചെല്ലുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഖൈറുണ്ടാവും. അവരെക്കാൾ വലിയ ആരുമില്ലല്ലോ. ഏത് ബദരീങ്ങളെക്കാളും വദീങ്ങളെക്കാളും മറ്റുള്ള അമ്പിയാക്കളെക്കാളും വരെ മഹാന്മാരാണ് ആര്? 313 മുർസലീൻ. അവരെ ഹക്കുകൊണ്ട് നമ്മളെല്ലാ പ്രശ്നവും അല്ലാഹു തീർത്ത് തരട്ടെ. എല്ലാ പ്രശ്നവും ദുന്യവിയും ഉഖറവിയുമായ എല്ലാ പ്രശ്നവും അല്ലാഹു തീർത്ത് തരട്ടെ. അവരെ കൂടെ മഹ്ശറിൽ വരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതെങ്കിലും ഒരു നബിക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്കൊരു ഫാത്തിഹ ഓതി കുട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ.